നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വിശ്വാസികളുടെ മാതാക്കൾ. നബി തങ്ങൾ 25-ാം വയസ്സിൽ 40 വയസ്സുള്ള ഖദീജ ബീവിയായിരുന്നു വിവാഹം ചെയ്തത്. നബിയിൽ വിശ്വസിച്ച് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചതും സ്ത്രീകളിൽ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചതും ഖദീജ ബീവി ആയിരുന്നു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കന്യകയായി വിവാഹം ചെയ്തതും ആയിഷ ബീവി ആയിരുന്നു. വളരെയധികം ബുദ്ധിമതിയും പണ്ഡിതയുമായിരുന്നു ആയിഷ ബീവി. ഖദീജ ബീവിയുടെ മരണശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് സൗദ ബീവിയായിരുന്നു. സൈനബ ബീവിയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഹിജാബിന്റെ നിയമങ്ങൾ വന്നത്. ഖുർആനിന്റെ ആദ്യ പകർപ്പ് സൂക്ഷിച്ചിരുന്നത് ഹഫ്സ ബീവിയുടെ പക്കലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല പ്രധാന തീരുമാനങ്ങളിലും ഉപദേശം നൽകിയിരുന്നതും ബുദ്ധിമതിയായ വ്യക്തിയായിരുന്നു ഉമ്മു സൽമ ബീവി. ബനു മുസ്തലിഖ് ഗോത്രവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ജുവൈരിയ ബീവിയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും വിവാഹം പ്രധാന പങ്കുവഹിച്ചു. അബുസിനയിൽ നിന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിയായിരുന്നു റംല ബീവി. ജൂതഗോത്രവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഹഫ്സ ബീവിയുടെ വിവാഹം പ്രധാന പങ്കുവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി വിവാഹം ചെയ്തത് മൈമൂന ബീവിയായിരുന്നു. ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തതായിരുന്നു മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ. പിന്നീട് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവാഹം ചെയ്യുകയുമായിരുന്നു. ഇരുവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന മകൻ ജനിച്ചു. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.